പ്രശാന്തേട്ടാ, ചാണ്ടി ഉമ്മൻ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വവുമായി വലിയ തർക്കത്തിലാണ്. അദ്ദേഹം അത് പരസ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പ്രധാനമായി ഉന്നയിക്കുന്ന പാലക്കാട് വിഷയമാണ്. അതിന് പിന്നാലെ പല നേതാക്കളും അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും അദ്ദേഹം ഇപ്പോഴും ആ വിഷമത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രതികരണം തുടർച്ചയായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലരും ഇദ്ദേഹം പാർട്ടി മാറുമെന്നെല്ലാം പറയുന്നു. ചിലപ്പോൾ CPM-ലേക്ക് പോകുമെന്നും BJP-യിലേക്ക് പോകുമെന്നുമെല്ലാം ഉള്ള ചർച്ചകൾ ഉയർന്നു വരികയാണ്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്തായിരിക്കും? ഇത്തരമൊരു വിവാദത്തിലൂടെ അദ്ദേഹം എന്താണ് ലക്ഷ്യമിടുന്നത്? അദ്ദേഹം ലക്ഷ്യമൊന്നുമില്ല. വിശാലമായിട്ടുള്ള മനസ്ഥിതിയില്ലാത്ത മനുഷ്യൻ. നമ്മൾ പറയത്തില്ലേ, കുശുംബനാന്നൊക്കെ പറയുന്നത്. രാഷ്ട്രീയക്കാരന് വേണ്ട വിശാലമായുള്ളൊരു മാനസികാവസ്ഥ ഇല്ലാത്ത ഒരാളായിട്ട് ചാണ്ടി ഉമ്മനെ നമുക്ക് കാണേണ്ടി വരും. ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നത് അതാണെന്ന് അവസാന ഘട്ടത്തിൽ പറയുന്നു. കാരണം അദ്ദേഹത്തിന് ഒന്നിനകത്തും തർക്കമില്ല. കാരണം പുള്ളി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് വിശാലമായിട്ടുള്ള മനസ്സിന് ഉടമയാണെന്നാണല്ലോ നമുക്ക് അവസാന ഘട്ടങ്ങളിൽ അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പല ചെയ്തികളും പരിശോധിക്കുമ്പോൾ അറിഞ്ഞു വരുന്ന ഒരവസ്ഥ വന്നപ്പോൾ മനസ്സിലായി ഇദ്ദേഹത്തിന് അതില്ല. കാരണം നമ്മൾ ഈ ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ കോൺഗ്രസിൻ്റെ ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനെ നമ്മൾ എത്രയോ കാലം കൊണ്ട് ഉമ്മൻചാണ്ടിൻ്റെ മകനാണെന്ന് പറഞ്ഞിട്ട് അറിയാം. പല ഘട്ടങ്ങളിൽ ചാണ്ടി ഉമ്മൻ പിക്ചറിലൊന്നും വരുന്നില്ല. ചാണ്ടി ഉമ്മൻ ഡൽഹി പഠിക്കാൻ പോയത് നമുക്കറിയാം. അതിനുശേഷം കോൺഗ്രസിനകത്തുണ്ടെന്ന് പറയുന്നു, യൂത്ത് കോൺഗ്രസിനകത്തുണ്ടെന്ന് പറയുന്നു. അപ്പം ഒന്നും പിക്ചറിൽ വരാത്തപ്പോഴേക്കും അന്ന് നമ്മളുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ, മനോരമയെ പ്രധാനമായിട്ടും ചാണ്ടി ഉമ്മൻ വളരെ മാന്യനായിട്ടുള്ള നേതാവ്, ചാണ്ടി ഉമ്മൻ ഒതുങ്ങി നിൽക്കുന്നു, അച്ഛൻ്റെ സ്വാധീനമൊന്നും ഉപയോഗിക്കാൻ നിൽക്കുന്നു. അന്നേരമൊക്കെ ശരി, അയ്യോ നല്ല പയ്യനാണല്ലോ, നല്ല അതാണല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മളിരുന്നു. അവനെ കൊണ്ട് കൊള്ളത്തില്ലായിരുന്നു. അവസാനം അവിടെ അദ്ദേഹം മരിച്ചതിന് ശേഷം ചാണ്ടി ഉമ്മനെ അതുവരെ ഉണ്ടായിരുന്ന ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് സ്വാധീനവും അല്ലെങ്കിൽ അവിടെ നിന്നുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ കാര്യത്തിനകത്ത് എന്തൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ള പുള്ളി ചെയ്യുന്ന പ്രവൃത്തികളെ പറ്റി എന്തൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നതിനെ പറ്റി നമുക്കറിയത്തില്ല. എന്തുവരെ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. പക്ഷേ ചാണ്ടി ഉമ്മന് കിട്ടിയൊരു ഭാഗ്യമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഉമ്മൻചാണ്ടിയുടെ തലയ്ക്കൽ നിൽക്കാൻ മോനെന്ന രീതിയിൽ ഉള്ളൊരു അധികാരം പുള്ളിക്ക് കിട്ടി. ഈ ഉമ്മൻചാണ്ടിയെ തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ട് ഈ വണ്ടി കോട്ടയത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് പുതുപ്പള്ളിയിൽ ചെന്ന വരെയുള്ള ആ മനുഷ്യന് കിട്ടിയ ആദരവും ആ മനുഷ്യനോട് ഈ കേരളം എങ്ങനെയായിരുന്നു എന്നുള്ളതിനും നേർസാക്ഷിയാണ് ചാണ്ടി ഉമ്മൻ. അതിൽ നിന്ന് തന്നെ ഒരു ഇത്രയും കാലം രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്ന് പോയിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് വലിയ ഒരു പാഠം, അതായത് ഏകദേശം ഒരു 36 മണിക്കൂർ കൊണ്ട് എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം വേണ്ടത്, എങ്ങനെയായിരിക്കണം രാഷ്ട്രീയ പ്രവർത്തനം, എൻ്റെ അച്ഛൻ എങ്ങനെയായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്, അത് എത്രത്തോളം ജനങ്ങളെ സ്വാധീനിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ചാണ്ടി ഉമ്മനായിട്ടായിരിക്കും വന്നെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അയാൾ വീണ്ടും അയാളുടെ ആ സ്വസിദ്ധമായില്ല മൂഷ്യശ്രീ, വീണ്ടും മൂഷ്യശ്രീ എന്ന് പറയുന്ന ഒരു നമ്മൾ പണ്ട് പറയത്തില്ലേ, വേറെ അവതാരത്തിൽ വന്നിട്ട് വീണ്ടും പഴയ ശാപം കിട്ടി പഴയ മൂഷ്യശ്രീ, അയാൾ എന്തിനാ പാലക്കാട്ടെ കാര്യത്തിനകത്ത് ഈ പറയുന്ന ആരോപണമായിട്ട് വന്നത്? പാലക്കാട് ഞാനൊരു കാര്യം ചോദിച്ചു, ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ആ സീറ്റ് ലഭിക്കുന്നു. ചാണ്ടി ഉമ്മൻ ഈ പറയുന്നത് പോലെ ഈ പറയുന്ന നമ്മളെ എപ്പോഴും കോൺഗ്രസിനകത്ത് പല പ്രശ്നങ്ങളുണ്ട്, എന്നും പ്രശ്നങ്ങളാണ്, തമ്മിത്തല്ലാണ്. ഈ VD സതീശനും അല്ലെങ്കിൽ KPCC പ്രസിഡന്റും കൊണ്ട് വിഷയമാണ്. അല്ലെങ്കിൽ മുതിർന്ന കോൺഗ്രസ്സുമാരെല്ലാം നമുക്ക് എപ്പോഴും നോക്കും, ഒന്നെങ്കിൽ മുരളിയുടെ പറച്ചിൽ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല പറച്ചിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന മുതിർന്ന നേതാക്കന്മാരൊക്കെ, അല്ലെങ്കിൽ ഹസന്റെ പറച്ചിൽ. ഈ വിഷയത്തിനകത്ത് നമ്മൾ കോൺഗ്രസിനകത്തു നിന്ന് കുറേ ദിവസം അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിനകത്ത് ഒരു ഏകീകരണം ഉണ്ടായിരുന്നു. കാരണം കുറെ ചെറുപ്പക്കാര് ആ പാർട്ടിയെ പൊതുജനത്തിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് ലൈം ലൈറ്റ് നിൽക്കുന്നതിന് വളരെ കൃത്യമായ പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ പറയുമ്പോൾ വിഷ്ണുനാഥിന്റെ കാലം തൊട്ട് ആ ഒരു ഇതുണ്ടായി. നമ്മുടെ കാർത്തികേയന്റെ മകനും ഒക്കെ ഉണ്ടായിരുന്നു ശബരിനാഥ്. അതിനുശേഷം വന്ന ഷാഫി കൊണ്ടുവന്ന് മാങ്കൂട്ടത്തിലെ എബിൻ വർക്കി, ഇവരെല്ലാം കൂടെ നിൽക്കുന്നു. പഴയ ഈ യൂത്ത് കോൺഗ്രസിലായിട്ടുള്ള ശ്രീകണ്ഠൻ ജയിക്കുന്നു. അപ്പോൾ ഇവരെല്ലാം കൂടെ ടീം വർക്കിൽ നിന്ന് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ബൈ ഇലക്ഷനുകൾ വരും. ഈ ബൈ ഇലക്ഷനിൽ അപ്പം തൃക്കാക്കര ബൈ ഇലക്ഷൻ വന്നു. ഷാഫിയുടെ നേതൃത്വത്തിൽ നല്ലൊരു ടീം വർക്ക് അവിടെ യൂത്ത് കോൺഗ്രസ് നടക്കുക. കാരണം ഒരു എനർജറ്റിക് അല്ലെങ്കിൽ യൂത്തിന് മൊത്തത്തിൽ അത് കാണുമ്പം അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ കൂടി കാണുമ്പോൾ ഇവിടെ പ്രസ്താവനകൾ വരുമ്പം ഷാഫി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിട്ട് പ്രസ്താവനകൾ വരുന്നു, അല്ലെങ്കിൽ വിഷ്ണുനാഥ് ഇരിക്കുമ്പോൾ വിഷ്ണുനാഥ പ്രസ്ഥാനങ്ങൾ ഇവരുടെ കൂട്ടിയോജിപ്പിച്ചവരുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനകത്ത് എല്ലാ വിഷയത്തിനകത്ത് ഇടപെടും, സമരങ്ങൾ പങ്കെടുക്കുന്നു. അപ്പോൾ ചെറുപ്പക്കാർ അപ്പോൾ ഈ ഊർജം താഴോട്ട് പകർന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ കേസിന് യൂത്ത് കോൺഗ്രസിനകത്ത് ഒരു ഗുണം വന്നിട്ടുണ്ട്. ഇതിനകത്തു നിന്നൊക്കെ അന്നും മാറി നിൽക്കുക ഈ ഉമ്മൻചാണ്ടിയുടെ മകൻ. അതിനുശേഷം ഈ
അദ്ദേഹത്തിന് സീറ്റ് കിട്ടുന്നു. അവിടെ ചെന്ന് നമ്മുടെ ഈ രാഹുലൊക്കെ വളരെ കൃത്യമായിട്ട് എന്താ ഇതായിട്ടാണ് പ്രവർത്തിച്ചേ. ജയിലിൽ പോകുന്നു. അതല്ലേ ഞാൻ പറഞ്ഞു. ചാണ്ടി ഉമ്മന് വേണ്ടി അയാളുടെ മണ്ഡലത്തിൽ ആ സമയത്ത് പോയി പ്രവർത്തിച്ച യൂത്ത് കോൺഗ്രസ് ഇവരെല്ലാം ഉണ്ടല്ലോ. അപ്പം ആ പ്രവർത്തനമെങ്കിലും അദ്ദേഹം ഓർക്കണ്ടേ. ഇവരെല്ലാം അവരുടെ എന്തായാലും ഉമ്മൻചാണ്ടിയുടെ മകനെ തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ മനസ്സിലുണ്ടെങ്കിലും പരസ്യമായിട്ടൊന്നും പറയാനൊക്കെ അല്ലെങ്കിൽ ഇവർ കൂട്ടിയോജിപ്പിച്ചല്ലേ പോകത്തുള്ളൂ. ഇയാൾ ലൈം ലൈറ്റിൽ വരാതിരിക്കുകയും ഇയാൾക്ക് തയ്യാറാവാതിരിക്കുക ഏത് കാരണം കൊണ്ടാണെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഒന്നെങ്കിൽ അദ്ദേഹത്തിന് കഴിവില്ലായിരിക്കും, അല്ലെങ്കിൽ അതിനുള്ള മനസാന്നിധ്യമില്ലായിരിക്കും, വരാതിരിക്കുകയും ഏറ്റവും അവസാനം അദ്ദേഹം മാറിയതിന് ശേഷം ഇതൊരു വലിയ സംഭവമാകുമ്പോൾ അദ്ദേഹത്തെ പിക്ചറില്ലാതെ വരുമ്പോൾ പാർട്ടിയെ കുറ്റം പറഞ്ഞ് വീണ്ടും അല്ലെങ്കിൽ വാർത്തകൾ നിറയാൻ ശ്രമിക്കുന്ന ഒരവസ്ഥ. കഴിഞ്ഞ ദിവസം ഇപ്പോൾ ശബരിമല പോയപ്പോൾ അദ്ദേഹം ചോദിച്ചെന്ന് പറയും, എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, എനിക്ക് പ്രശ്നമുണ്ട് പാലക്കാട്ട്. ഞാനത് പറയുന്നില്ല. എന്ത് വിഷമം? മാങ്കൂട്ടത്തിലും അല്ലെങ്കിൽ ഞാനിപ്പോൾ മാങ്കൂട്ടത്തിൻ്റെ കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ അയാൾ ഏറ്റവും അവസാനം ഇവിടെ മത്സരിച്ചു. മാങ്കൂട്ടത്തിൽ അവിടെ എന്തിനു വേണ്ടി പ്രവർത്തനം നടത്തി? ഇയാളുടെ ജയത്തിന് വേണ്ടി. അതെങ്കിലും ആലോചിച്ച് ഇദ്ദേഹത്തിനോട് ഒന്ന് പ്രവർത്തിച്ചാൽ പോരെ. ഇത് മാധ്യമങ്ങൾ ഏറ്റെടുക്കാഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം അവിടെ വരാത്ത കാര്യത്തിനകത്ത് മാധ്യമങ്ങൾ തിരക്കിയപ്പോൾ ഇദ്ദേഹം ഇല്ല SNDPയുടെ റൂമിൽ മാർപ്പാപ്പയെ കാണാൻ പോയെന്നുള്ള ഒരു ഇതിൽ മാധ്യമങ്ങൾ ഇത് അങ്ങനെ പോയത് കൊണ്ടാണ് എന്നുള്ള രീതിയിലാണ്. ശരിക്കും അദ്ദേഹം അവിടുന്ന് മാറിയിരിക്കുകയാണ്. ഇയാൾ പോയത് എവിടാണെന്ന് അറിയാമോ? ഇയാൾ പോയത് എവിടെ? പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധിയുടെ പോസ്റ്റർ എടുത്ത് എറിഞ്ഞേച്ച് പോയാൽ ജയിക്കൂടെ? അവിടുത്തെ വോട്ടിംഗ് സംവിധാനമാണ്. അവിടെ പോയി ഇദ്ദേഹം എന്തിനാ പ്രവർത്തിച്ച്? ഇപ്പൊ പ്രിയങ്കാ ഗാന്ധിയുടെ പ്രീതി പിടി ജോഡോ യാത്രയ്ക്ക് ഇദ്ദേഹം എന്തിനാ? അപ്പൊ ഇദ്ദേഹത്തിനും അജണ്ടയുണ്ട്. അദ്ദേഹത്തിന് അജണ്ട ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യണം. ജോഡോ യാത്രയ്ക്ക് ഇന്ത്യ മൊത്തം ഇദ്ദേഹം എന്തിനാ നടന്ന്? അതിനുശേഷം ഇദ്ദേഹം ജയിച്ചല്ലോ, ജനപ്രതിയാണല്ലോ. ഇദ്ദേഹം ഇവിടെ വന്നാലും ഇപ്പോഴും മാധ്യമങ്ങൾ മൈക്കുമായിട്ട് മുന്നിൽ ചെല്ലുമല്ലോ. കാരണം ഒന്ന് പുള്ളി ചെയ്ത ജോലിയുടെ ഗുണമൊന്നും അല്ല, ഉമ്മൻചാണ്ടി ചെയ്ത ജോലിയുടെ ഗുണം ചെല്ലുമല്ലോ. ഇയാൾ എന്തിനകത്തിൽ നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇപ്പോഴാണല്ലോ പറഞ്ഞത് ചാണ്ടി ഉമ്മൻ എവിടെയും ജയിച്ചു. ചാണ്ടി ഉമ്മൻ പിക്ചറിലൊന്നും ഇല്ലല്ലോ. മനോരമ ആവുന്നത് ലൈം ലൈറ്റ് നിർത്താൻ നോക്കി, അവസാനം മനോരമ മെനക്കെട്ടു, മനോരമ മാറ്റി നിർത്തിയില്ല, ഒന്നിനകത്തും ഇല്ലല്ലോ. ഇപ്പൊ ഇതേ ഈ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നത് അത് കൃത്യമായിട്ട് അവർക്ക് മുന്നേറ്റം നാളെ ഉണ്ടാവുമോ ഉണ്ടാവത്തില്ല എന്നുള്ള കാര്യമൊക്കെ ഇലക്ഷൻ കഴിയുമ്പോഴേ പറയാൻ പറ്റും. പക്ഷേ മുന്നേറ്റം ഉണ്ടാവുമോ എന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിലേക്കുള്ള ഒരു മൂവ്മെന്റ്, യൂത്ത് മൂവ്മെന്റ് വരികയും അല്ലെങ്കിൽ ഈ ഏറ്റവും അവസാനം പാലക്കാട് തെരഞ്ഞെടുപ്പായി ഒരു വലിയ ചർച്ചയാവുകയൊക്കെ ചെയ്യുമ്പോൾ ഇദ്ദേഹം മാറി നിന്നിട്ട് അതിൻ്റെ ശോഭ കെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വിഷയങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതായത് കോൺഗ്രസിനകത്ത് ഈ പറഞ്ഞതുപോലെ പലവട്ടം ഈ ജോലി കരുണാകരൻ്റെ മോൻ കെ മുരളീധരൻ ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരുടെ പിതാക്കൾ ഈ പറഞ്ഞ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് അവർക്ക് വേണ്ട അംഗീകാരമൊക്കെ കൊടുത്തതിനപ്പുറം ഇവർക്ക് ജനിച്ചു പോയെന്നുള്ളതല്ലാതെ വലുതായിട്ട് ഈ പാർട്ടിക്ക് വേണ്ടി ജോലിയൊന്നും ചെയ്തിട്ടില്ല. ഇവരെക്കാട്ടി എത്രയോ ഇരട്ടി കൂടുതൽ ജോലി ചെയ്തിട്ട് ഒരു പണിയും കിട്ടാതെ നാളെ കാലത്ത് ജോലിയെടുത്ത് ജീവിക്കാൻ വയ്യാതെ അടിയും പിടിയും കൊണ്ടിട്ടുള്ള എത്രയോ പ്രവർത്തകർ ഇവരുടെ പാർട്ടിക്കകത്ത് കാണും. ഇവർക്കൊക്കെ അച്ഛൻ മരിച്ച ഉടനെ ആ കെയർ ഓഫിൽ തന്നെ MLA ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ MP ആയിട്ട് വരുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അതെങ്കിലും മനസ്സിലാക്കി പാർട്ടി പ്രവർത്തകരോട് അല്ലെങ്കിൽ ഈ അവസ്ഥയിൽ അവരെ കൈകാര്യം ചെയ്തു പോകുന്നതിന് നന്ദി അർപ്പിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം പാർട്ടിയുടെ പ്രതിസന്ധി മാറ്റി വരാൻ ശ്രമിക്കുന്ന ചെറുപ്പക്കാരുടെ കൂടെ നിൽക്കുന്നതിന് പകരം ആ ചെറുപ്പക്കാരുടെ കൂടെ നിൽക്കാതിരിക്കുന്നത് പോരാതെ അതിനെ വീണ്ടും ആ പ്രൊമോഷനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ചാണ്ടി ഉമ്മൻ പോയിട്ടുണ്ടോ എന്ന് ചാണ്ടി ഉമ്മൻ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം തന്നെ ചാണ്ടി ഉമ്മൻ്റെ വിഷയം ചർച്ചയായിക്കൊണ്ടുവന്നുണ്ട്. ചാണ്ടി ഉമ്മൻ വന്നു, ചാണ്ടി ഉമ്മൻ്റെ വിഷയം വന്നപ്പോൾ അതിനകത്ത് ക്രിസ്ത്യൻ നേതാവില്ലാതെന്നുള്ള ചർച്ച വരുന്നു. ചാണ്ടി ഉമ്മന് പുതിയ നേതൃത്വം കൊടുക്കണം. ഇവിടെ ക്രിസ്ത്യൻ നേതാവോ മുസ്ലിം നേതാവോ ഹിന്ദു നേതാവോ ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ നേതാവാണെങ്കിൽ ഇവരെയൊക്കെ നേതാവായിട്ട് പ്രതിഷ്ഠിച്ചാൽ പോരെ. നേതാവല്ലാത്തവനെ പിടിച്ച് നേതാവായിട്ട് പ്രതിഷ്ഠിച്ച് പോകുന്ന ഒരവസ്ഥ ഉണ്ടായത് കൊണ്ടാണല്ലോ ഈ പാർട്ടിക്ക് ഈ ഒരു അവസ്ഥ ഇന്ന് ദേശീയതലത്തിലുണ്ടായത്. ഇപ്പം തന്നെ നേതാവ് അർഹതയില്ലാത്തവനും കൊള്ളുമില്ലാത്തവനും ഈ നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള ആളാണെന്ന് കണ്ടുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ആ അവസ്ഥയിൽ ഇരുത്തിക്കൊണ്ടല്ലേ ഇപ്പം ഈ പ്രതിപക്ഷത്തിനകത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് പോലും അദ്ദേഹത്തെ മാറ്റി നിർത്തണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊള്ളത്തില്ല എന്ന് പറയാതെ പറഞ്ഞു പോകുന്ന ഒരവസ്ഥ. അതിനുശേഷം പ്രിയങ്കാ ഗാന്ധിയെ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നില്ലേ, ഇവർ ബൂസ്റ്റ് ചെയ്ത ഇന്ദിരാഗാന്ധിയുടെ മുഖവും അല്ലെങ്കിൽ മൂക്കും അല്ലെങ്കിൽ തലമുടിയും ആ ചന്തവും ഒക്കെ ഉണ്ടെന്ന് പറയുന്നതല്ല ഇന്ദിരാഗാന്ധിയുടെ ഒരു ഗുണവും ഇല്ലെന്നുള്ള കാര്യം ആദ്യത്തെ പ്രസംഗത്തിനകത്ത് തന്നെ എല്ലാവർക്കും മനസ്സിലായല്ലോ. കാരണം ആദ്യത്തെ പ്രസംഗത്തിനകത്ത് തന്നെ ആരോ എഴുതി കൊടുത്തിട്ടുള്ള വിഡ്ഢിത്തരങ്ങൾ ഒരുപക്ഷെ അവരെ പറ്റിക്കുന്നതിന് വേണ്ടി ആ പ്രസംഗം ഒന്ന് വായിച്ചു നോക്കാൻ പോലും തയ്യാറാവാതെ പാർലമെന്റിൽ വന്ന് പ്രസംഗിച്ച് വിഡ്ഢിയായി പോയില്ലേ. എന്നിട്ട് അവർ വിഡ്ഢിയല്ല, അവർ പറഞ്ഞെല്ലാം ശരിയാന്ന് പറഞ്ഞുകൊണ്ട് പുറയുന്ന കൈയടിച്ചു കൊടുക്കുക, വെളിയിൽ ഇവർക്ക് സഹായമാവുന്ന മാധ്യമങ്ങൾ ഇവരെ പ്രൊമോട്ട് ചെയ്തു. അതായത് അവരെ തിരുത്തി കറക്റ്റ് ചെയ്യുന്നതിന് പകരം അവർ ചെയ്യുന്ന തെറ്റ് പോലും ശരിയെന്ന് വരുത്തി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിൽ എന്തുണ്ടാവും? നാളെ കാലത്ത് അവർ തെറ്റ് ചെയ്തുകൊണ്ടേ പോകും. കാരണം അവർ വേറൊരു കൂട്ടത്തിനിടയ്ക്കാണല്ലോ നിൽക്കുന്നത്. ആ രീതിയിലേക്ക് പോകുമ്പോൾ അവരൊരിക്കലും ശരിയാവത്തില്ല. അപ്പൊ ആ രീതിയിലേക്കുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അതായത് കൃത്യമായ കുടുംബാധിപത്യ പാർട്ടി തന്നെയാണ് കോൺഗ്രസ്.
അതിനകത്ത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഉണ്ടായ ഒരു പാർട്ടി ആയതുകൊണ്ടും ഈ പാർട്ടിക്കകത്തുനിന്ന് ആ പാർട്ടികളെല്ലാം എല്ലാവരും കോൺഗ്രസ് ആയിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരും കോൺഗ്രസ് ആയിരുന്നു. അതിനകത്തുനിന്ന് പിന്നെ അതൊരു പാർട്ടിയായിട്ട് വന്നപ്പോൾ ഈ പാർട്ടിക്കകത്ത് നിന്നിട്ട് കാര്യമില്ല, അതിനെങ്കിൽ ഐഡിയോളജി ഇല്ല, അതൊരു കൂട്ടമാണെന്ന് കൊണ്ടുകൊണ്ട് CPM ഉണ്ടായി, മറ്റു പല പാർട്ടികളും ഉണ്ടായി. അതുകൊണ്ട് ഇവർ പറയുന്നത് പോലെ നിങ്ങളെല്ലാം പണ്ട് കോൺഗ്രസ്, ഇത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കൂട്ടായ്മയാണ് കോൺഗ്രസ്, അല്ലാതെ പാർട്ടിയല്ല. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി പറഞ്ഞത് നിങ്ങളിത് പാർട്ടിയെ സംവിധാനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകരുത്. മഹാത്മാഗാന്ധി അത് പറഞ്ഞതിൻ്റെ 3-ാമത്തെ ദിവസം, കൃത്യമായിട്ട് ആർജവത്തോടു കൂടി പറഞ്ഞതിൻ്റെ 3-ാമത്തെ ദിവസം മഹാത്മാഗാന്ധി മരിച്ചു. അറിയാമോ? ഇപ്പം ഇവരീ പറയുന്ന പല കാര്യങ്ങൾക്കകത്ത് ഇതുപോലെ പല പ്രശ്നങ്ങളുമുണ്ട്. പല നേതാക്കന്മാരുടെയും കാര്യത്തിന് നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും മഹാത്മാഗാന്ധിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ്, മഹാത്മാഗാന്ധി കോൺഗ്രസ് പിരിച്ചു വിടണമെന്ന് പറഞ്ഞതിൻ്റെ 3-ാമത്തെ ദിവസം മഹാത്മാഗാന്ധി മരിക്കുന്നേ. മഹാത്മാഗാന്ധിയുടെ നെഞ്ചിൽ വെടിവെച്ചവൻ പറയുന്നത് ഞാൻ 2 വെടിയുണ്ടേ അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് വെച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ 3 വെടിയുണ്ടയുടെ പാടുണ്ടായിരുന്നു. മഹാത്മാഗാന്ധിയുടെ വെടിവെച്ചതിന് ശേഷം 25 മിനിറ്റ് ശേഷമാണ് അദ്ദേഹം മരിക്കുന്നത് പറഞ്ഞാൽ. ഈ ഏറ്റവും അടുത്ത ഹോസ്പിറ്റൽ ഉണ്ടായിട്ട് അദ്ദേഹത്തിന്റെ ബോഡി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല. മഹാത്മാഗാന്ധിയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല. അറിയോ? അപ്പം ഈ പറയുമ്പം ഇപ്പം എന്തിനു വേണ്ടി പ്രിയങ്ക ഗാന്ധിയെ MP ആക്കുന്നു, അല്ലെങ്കിൽ ഇപ്പം പാർലമെന്റിൽ BJP പറയുന്ന കുഴപ്പങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ രാജീവ് ഗാന്ധിയുടെ സോണിയാഗാന്ധിക്കെതിരെ പറയുന്ന കുഴപ്പങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ പല കാര്യങ്ങളും രാഹുൽ ഗാന്ധി പാർലമെന്റിലേക്കും വിടുന്നത് രാജ്യവിരുദ്ധമാണെന്ന് പറയുമ്പോൾ, നെഹ്റുവിന്റെ കാലം തൊട്ട് സ്വാതന്ത്ര്യാനന്തരം രാഷ്ട്രപിതാവിന്റെ മരണത്തിനകത്ത് വരെ ഒളിച്ചു കടത്തൽ ഉണ്ടായിരുന്നു എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള കാരണങ്ങളുണ്ട്. അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടി ആയതുകൊണ്ട് അവർക്ക് വേണ്ടി എഴുതുന്ന മാധ്യമങ്ങളായതുകൊണ്ടും ചിലതൊക്കെ ഇപ്പൊ ഈ പറയുന്ന പോലെ ഇപ്പൊ പറഞ്ഞല്ലോ, സന്ദീപ് പറഞ്ഞല്ലോ, ഇപ്പൊ തന്നെ സോണിയാഗാന്ധി ചെന്ന് ചോദിച്ചു, വിഡ്ഢി പ്രസംഗം കഴിഞ്ഞപ്പം ഏഷ്യാനെറ്റിൽ ചോദിച്ചെന്നല്ലോ എങ്ങനെ ഉണ്ടായിരുന്നു പ്രസംഗം, അത് മറച്ചു പിടിക്കാൻ ഇങ്ങനെ മറച്ചു പിടിച്ചു പോയിട്ടുണ്ട്. അതായത് താല്പര്യങ്ങൾക്കനുസരിച്ച്, രാജ്യ താല്പര്യത്തിന് വേണ്ടി അല്ല എന്ന് വരുന്ന രീതിയിലേക്ക് നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ ഈ പറയുന്ന രാഹുൽ ഗാന്ധി ആയതുകൊണ്ടും അദ്ദേഹത്തിന് തലയ്ക്ക് വെളിവില്ല എന്ന് പറയുന്നതായിരിക്കും ശരിയില്ലെന്നുകൊണ്ടും അദ്ദേഹമാണ് ഇപ്പൊ ഇന്നലെ പാർലമെന്റ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. കുറെ നാളുകൊണ്ട് പറഞ്ഞതാണ് നമുക്ക് ഭരണഘടന ഒന്ന് ചർച്ച ചെയ്യണം. ഇന്നലെ പാർലമെന്റ് ഭരണഘടന ചർച്ച ചെയ്ത് ആ മോദി എടുത്തു വെച്ചിട്ട് 1.5 മണിക്കൂർ അലക്ക് കണ്ട പെറ്റ തള്ള സഹിക്കത്തില്ല കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർലമെന്റിൽ എന്താണ് ഭരണഘടനയെന്നും ഈ ഭരണഘടന ഉപയോഗിച്ച് നെഹ്റു തൊട്ട് ഇങ്ങേയറ്റം ഈ മൻമോഹൻ സിംഗ് വരെ നടത്തിയ അല്ലെങ്കിൽ ഭരണഘടനയെ എങ്ങനെ ദുരുപയോഗം ചെയ്യുക അത് മൊത്തം ലിസ്റ്റ് ചെയ്ത് അദ്ദേഹം പറഞ്ഞു. നെഹ്റുവിന്റെ കാര്യത്തിനകത്ത് അവർ നെഹ്റുവിനെ കൈകാര്യം ചെയ്യുന്ന പാർട്ടിയാണ് BJP. ഇന്നലെ പാർലമെന്റിൽ അത് കൃത്യമായിട്ട് പറയാനുള്ള അവസരം ബഹുമാന്യനായ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വളരെ കാലം കൊണ്ട് പരിശ്രമിച്ച് ഉണ്ടാക്കി കൊടുത്തു. പോക്കറ്റ് വെക്കുന്ന ഇത്രയുള്ള സാധനമല്ല ഭരണഘടന എന്ന് പറഞ്ഞു. ഇനി വേറെ ഇപ്പൊ കൃത്യമായിട്ട് ഞാനീ പറഞ്ഞു. അപ്പൊ ഞാനീ പറഞ്ഞത് കേരളത്തിൽ ഇതിനപ്പുറം ഒരു പ്രതീക്ഷയും കാര്യങ്ങളും ഒരു ഡെവലപ്മെന്റ്സും ഒക്കെ കോൺഗ്രസിനകത്ത് ഉണ്ടാകുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ഇല്ല പറഞ്ഞതുപോലെ ചാണ്ടിയമ്മന്റെ കെയർ ഓഫില് ഇത് ഒരു നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഷാഫിയുടെ കെയർ ഓഫിലും അല്ലെങ്കിൽ മാങ്കൂട്ടത്തിൻ്റെ ഇലക്ഷന് വേണ്ടിയൊക്കെ നല്ല പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ. ഏതായാലും ഇനി ആകപ്പാട് ഈ പറഞ്ഞതുപോലെ അവർ പറയുന്ന പോലെ ആകപ്പാട് ഒരു തുരുത്തായിട്ടൊക്കെ നിൽക്കുന്നതും അല്ലെങ്കിൽ ദേശീയ നേതാക്കന്മാർക്കൊക്കെ വന്ന് മത്സരിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു സ്ഥലം ഇനി കേരളം മാത്രമേ ഉള്ളൂ, വിശ്വസിച്ച് മത്സരിക്കാൻ പറ്റും. അതും കൂടെ കൊണ്ടുവന്ന് ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പം നമുക്കിപ്പോൾ ഓരോന്നിൻ്റെ വിധിയൊന്നും മറികടക്കാൻ പറ്റത്തില്ല. എന്നാലും ചാണ്ടിയുമ്മൻ ഇതിൻ്റെ കാര്യമൊന്നുമില്ല. ചാണ്ടിയുമ്മൻ കൃത്യമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ വന്നാൽ ചാണ്ടിയുമ്മന് കൃത്യമായ അംഗീകാരം കേരളത്തിൽ കിട്ടും. കാരണം അതിന് കെയർ ഓഫ് ഏറ്റവും ആദ്യ അംഗീകാരം ഉമ്മൻചാണ്ടിയുടെ മകനാണെന്നുള്ള രീതിയിൽ ഒരു അംഗീകാരം ആദ്യമേ കിട്ടും. നല്ല പ്രവർത്തനമാണെങ്കിൽ ആ അംഗീകാരം വളരെ പെട്ടെന്ന് തന്നെ ബഹുദൂരം മുന്നോട്ട് പോകും. അപ്പോൾ ഇതിനകത്ത് വേദനിച്ചിട്ടോ കുശുമ്പ് വിചാരിച്ചിട്ടോ ഒന്നും കാര്യമില്ല. ആരെയും പഠിക്കാൻ ചാണ്ടിയുമ്മൻ നിൽക്കേണ്ട, സ്വന്തം പിതാവിനെ മാത്രം മാതൃകയാക്കി മുന്നോട്ട് പോയാൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.